അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക്ക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കേരള പൊതുവിദ്യാഭ്യാസ ബോർഡ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന അൽമാഹിർ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് LP തലം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ്. അതായത് 50 ചോദ്യങ്ങളായിരുന്നു ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഭാഷയുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ അറബിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവർ ടീച്ചറുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിൽ 50 ചോദ്യങ്ങൾ ടീച്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡിയല്ലേ മക്കളെ? നമുക്ക് 51ാമത്തെ ചോദ്യം നോക്കാം. സ്വബാഹുൽ ഖൈർ ഫിൽ ഇൻഗ്ലീസിയ. ഇംഗ്ലീഷ് ഭാഷയിലെ സ്വബാഹുൽ ഖൈർ എന്നതിന് എന്താണ് പറയുക എന്നാണ്. എന്താണ് സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ? ഗുഡ് മോർണിംഗ് എന്നാണ് അല്ലേ. ഗുഡ് മോർണിംഗ് എന്നതിന് നമ്മൾ അറബിയിൽ പറയൽ എന്താണ്? സ്വബാഹുൽ ഖൈർ എന്നാണ്. ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഗുഡ് മോർണിംഗ് എന്നാണ് അല്ലേ. ഇനി 52ാമത്തെ ചോദ്യം നോക്കൂ. ഐ നീഡ് ഫേവർ ക്ലിനിക്, അതായത് പനിയുടെ ക്ലിനിക്ക് അല്ലേ, അതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ്. ഇയാദത്തുൽ ഹുമ്മ എന്നാണ് പറയുക. എന്താണ് പറയുക? ഇയാദത്തുൽ ഹുമ്മ എന്നാണ് പറയുക കേട്ടോ. ഇയാദത്ത് എന്ന് പറഞ്ഞ ക്ലിനിക്കാണ്. ഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പനിയാണ്. 54ാമത്തെ ചോദ്യം നോക്കൂ. അരീബ് ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ എന്നതിന് അറബിയിൽ എന്താണ് പറയുക? അതായത് അരീബ് എന്ന് പറഞ്ഞാൽ അറബിയാക്കുക എന്നാണ്. ഇൻഡിപെൻഡൻസ് ഡേ എന്നതിന് അറബിയാക്കുവാനാണ് യൗമുൽ ഇസ്തിഖ്ലാൽ എന്നാണ് പറയുക. എന്താണ് പറയുക? യൗമുൽ ഇസ്തിഖ്ലാൽ അല്ലെ, സ്വതന്ത്ര ദിനം. ഏതാണ്? യൗമുൽ ഇസ്തിഖ്ലാൽ എന്നാണ് പറയുന്നത് കേട്ടോ. 55ാമത്തെ ചോദ്യം. മാ മുഫ്രദു കെലിമത്തു ഇർബാൻ. ഇർബാൻ എന്ന പദത്തിൻ്റെ ഏകവചനം എന്താണ്? എന്താണ് ഇർബാൻ എന്ന് പറഞ്ഞാൽ? കാക്കകൾ എന്നാണ്. കുറേ കാക്കകൾക്കാണ് നമ്മൾ ഇർബാൻ എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഒരു കാക്കയ്ക്ക് എന്തായിരിക്കും പറയുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ്? ഒറാബ് എന്നതിൻ്റെ ജം ആണ് ഇർബാൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. 56ാമത്തെ ചോദ്യം നോക്കൂ. ഹയവാനുൻ യസ്കുനു ഫിൽ അഅസി. എന്താണ് പറയുന്നത്? ഹയവാനുൻ ഒരു മൃഗം, യസ്കുനു ഫിൽ അഅസി മാളത്തിൽ ജീവിക്കുന്ന ഒരു മൃഗം ഏതാണ് എന്നാണ്. ഏതാണ്? ഫഅറുൻ എന്നാണ്. എലിയാണ് അല്ലേ. എലി എവിടെയാണ് താമസിക്കുന്നത്? മാളത്തിലായിരിക്കും. 57ാമത്തെ ചോദ്യം. മയീസ് അൽ ഫിഅലുൽ മുലാരി. അവിടെ കൊടുത്തിട്ടുള്ളതിൽ ഫിഅല് മുലാരി ആയിട്ട് വന്നിട്ടുള്ള പദം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫിഅല് മാലി മുലാരിയൊക്കെ. അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കൂ. കതബ, ജലസ, യഖറഉ, ഷരിബ. കതബ എഴുതി, ജലസ ഇരുന്നു, യഖറഉ അവൻ വായിക്കുന്നു, ഷരിബ കുടിച്ചു. അപ്പോൾ എന്താണ് ഫിഅൽ മുലാരി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഫിഅൽ മുലാരി ഉപയോഗിക്കുക. അപ്പോൾ കതബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ് അല്ലേ. കുടിച്ചു എന്ന് പറയുമ്പം എന്താണ്? കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ജലസ ഇരുന്നു എന്നാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ കഴിഞ്ഞ കാര്യമായിരിക്കും. എന്നാൽ യഖറഉ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ വായിക്കുന്നു എന്നാണ്. ഇപ്പോഴും വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഫിഅല് മുലാരി എന്ന് പറയാം കേട്ടോ. ഇനി ഫിഅല് മുലാരിയാണ് എങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു യാ ഓ അല്ലെങ്കിൽ താ ഓ അല്ലെങ്കിൽ ഒരു ഹംസയോ ഒരു നൂനോ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ യാ വന്നിട്ടുള്ളത് ഏതിനാണ്? യഖറഉ എന്ന് പറയുന്നതിനാണ് അല്ലേ. അപ്പോൾ ഇതിലേതാണ് ഫിഅല് മുലാരി ആയിട്ട് വന്നിട്ടുള്ളത്? യഖറഉ എന്ന് പറയുന്നതാണ്. 58ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ സ്വഹീഹ. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ബിത്തീഹ്, ബിത്തീഹ്, ബത്തീഹ്, ബിത്തീഹ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള രൂപം? വാട്ടർ മെലോൺ അല്ലേ. വത്തയ്ക്കൊക്കെ എന്താണ് പറയുക എന്നാണ്. എന്താണ് പറയുന്നത്? ബിത്തീഹുൻ എന്നാണ് പറയുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. ബിത്തീഹുൻ എന്നാണ് പറയുക കേട്ടോ. 59ാമത്തെ ചോദ്യം നോക്കൂ. മയീസ് അൽ ഫിഅലിൽ മാലി. അവിടെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ഫിഅൽ മാലിയെ വേർതിരിക്കുവാനാണ്. ഫിഅൽ മാലി നിങ്ങൾക്കറിയാലോ, ടീച്ചർ നേരത്തെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞു പോയ കാര്യം പറയാനാണ് ഏത് ഉപയോഗിക്കുക? ഫിഅൽ മാലി ഉപയോഗിക്കുക. കതബ എഴുതി, ഇക്തുബു എഴുതുന്നു, അക്തുബു ഞാൻ എഴുതുന്നു, ലാ തിക്തുബ് നീ എഴുതരുത്.
അപ്പോൾ ഇതിൽ കെത്തബ എന്ന് പറയുന്നതാണ് ഫിഅല് മാദി കേട്ടോ. ടീച്ചർ നേരത്തെ പറഞ്ഞതാണ് മുദാരിയാണ് എങ്കിൽ തുടക്കത്തിൽ യാഓ അല്ലെങ്കിൽ ഹംസയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ എല്ലാത്തും നോക്കിയാൽ മതി. അപ്പോൾ അതേതാണ് കെത്തബ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി 60ാമത്തെ ചോദ്യം ഇഖ്തർ അഷാദ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഅത്ത് മണിക്കൂർ അല്ലേ. ദഖീഖത്ത് എന്ന് പറഞ്ഞാലോ മിനിറ്റിനാണ് ദഖീഖത്ത് എന്ന് പറയാം. സാനിയത്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമുക്കൊരു ക്ലോക്കിലൊക്കെ കാണാൻ പറ്റുന്ന മിനിറ്റ് സൂചി, അതുപോലെ മിനിറ്റ്, അതുപോലെ എന്താണ് മണിക്കൂർ, അതുപോലെ സെക്കൻഡ് അല്ലേ. പക്ഷേ ബാഹത്ത് എന്ന് പറഞ്ഞാൽ മുറ്റത്തിനാണ് നമ്മൾ ബാഹത്ത് എന്ന് പറയും. വീടിൻ്റെ മുറ്റം, സ്കൂളിൻ്റെ മുറ്റം എന്നൊക്കെ പറയില്ലേ, അതിനാണ് ബാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതായിരിക്കും ഷാദായിട്ട് വന്നിട്ടുള്ളത്? കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് ഏതായിരിക്കും? ബാഹത്താണ് കേട്ടോ. ഇനി 61ാമത്തെ ചോദ്യം നോക്കൂ. അരീബ് സ്കൂൾ ഓഫീസ്. സ്കൂൾ ഓഫീസ് എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ്? മക്തബുൽ മദ്രസ എന്നാ പറയുക. എന്താണ് പറയുക? മക്തബുൽ മദ്രസ. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ്, മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂള്. അപ്പോൾ എന്തായിരിക്കും? സ്കൂൾ ഓഫീസ് അല്ലേ. ഇനി 62ാമത്തെ ചോദ്യം നോക്കൂ. ഒക്തുബ് ഫിർ റഖമി 18 അല്ലേ. 18 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 18ന് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ നമ്മൾ എന്താണ് പറയുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ് പറയുക? സമാനിയത്ത അഷറ എന്നാണ് പറയുക. 18 സമാനിയത്ത അഷറ. 63ാമത്തെ ചോദ്യം മാതാ ഫിൽ മക്തബി. എന്താണ് മക്തബിലുള്ളത്? മക്തബ് എന്ന് പറഞ്ഞ ലൈബ്രറി എന്നാണ്. അപ്പോൾ എന്താണ് ലൈബ്രറിയിൽ ഉണ്ടാവുക? നമുക്ക് ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ കാണാൻ പറ്റുന്നത്? ധാരാളം പുസ്തകങ്ങൾ കാണാൻ പറ്റും അല്ല. അപ്പോൾ എന്താണ് ലൈബ്രറിയിലുള്ളത്? കുത്തുബിൻ എന്നാണ്. കുത്തുബ് കേട്ടോ. കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകങ്ങൾ. കിതാബ് എന്നതിൻ്റെ ആണ് കുത്തുബ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 64ാമത്തെ ചോദ്യം തആമുൻ യഅകുലു ഫി സ്വബാഹി. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്താണ് പറയുക എന്നാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അതിനെന്താണ് അറബിയിൽ പറയുക എന്നാണ് ചോദ്യം. എന്താണ് പറയുക? അൽ ഫത്തൂർ എന്നാണ് പറയുക. എന്താണ് പറയുന്നത്? അൽ ഫത്തൂർ എന്ന് പറഞ്ഞാലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നർത്ഥം. 65ാമത്തെ ചോദ്യം നോക്കൂ. ലൗനുൽ ഒറാബി അസ്വദുൻ. കാക്കയുടെ നിറം കറുപ്പാണ്. ലൗനുൽ ലഖലക്കി ഡേഷ്. അങ്ങനെയെങ്കിൽ കൊക്കിൻ്റെ നിറം എന്തായിരിക്കും എന്നാണ്. എന്താണ് കൊക്കിൻ്റെ നിറം? കൊറ്റിയുടെ നിറം എന്താണ്? അബിയലുൻ അല്ലേ. വൈറ്റാണ്, വെള്ളയാണ്. ലൗനുൽ ലഖലക്കി അബിയലുൻ. 66ാമത്തെ ചോദ്യം ഉക്തുബുൽ ജംഅ ലികലിമത്തി യഅസൂബ്. യഅസൂബ് എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ്. യഅസൂബ് അതിൻ്റെ ജം യആസീബിൻ എന്നാണ് പറയുക. യഅസൂബിൻ എന്നതിൻ്റെ ജം എന്താണ്? യആസീബ് അല്ലേ. ഒരു യഅസൂബിന് നമ്മൾ യഅസൂബ് എന്ന് പറയും. കുറേ ആവുന്ന സമയത്തോ യആസീബ് എന്നാണ് പറയുക കേട്ടോ. ഇനി 67ാമത്തെ ചോദ്യം നോക്കൂ. ഉറാബുൻ ഒഷുൻ. കാക്കയുടെ കൂടിനാണ് നമ്മൾ എന്തെന്ന് പറയുക? കാക്ക താമസിക്കുന്നത് എവിടെയാണ്? ഒഷിലാണ് അല്ലെ, കൂട്ടിലാണ് താമസിക്കുക. അതുപോലെ കെൽബ് നായ എവിടെയാണ് താമസിക്കുന്നത്? വിജാർ. നായയുടെ കൂടിന് നമ്മൾ എന്താ പറയുക? വിജാറിൻ എന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ കെബിഷ് അല്ലേ, ആടിൻ്റെ ആ ഒരു കൂടുണ്ടല്ലോ, ആട് താമസിക്കുന്നത്, അതിനെന്താണ് പറയുക എന്നാണ്. എന്താണ് പറയുന്നത്? മർബലുൻ എന്നാണ് പറയുക. എന്താണ് പറയുക? മർബലുൻ എന്നാണ് ആടിൻ്റെ കൂടിന് പറയാം കേട്ടോ. 68ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ സ്വഹീഹ. അവിടെ കൊടുത്തിട്ടുള്ളത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് എഴുതുക? ആദ്യത്തേതാണ് അതിൽ ശരിയായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും എന്നാണ് പറയുക. 69ാമത്തെ ചോദ്യം ഇഖ്തർ ഹർഫൽ ഹൽഖി മിനൽ ആത്തിയ. ഹർഫുൽ ഹൽഖിൽ വരുന്ന ഹർഫ് തിരഞ്ഞെടുക്കുവാനാണ്. ബ, കാഫ്, ഖാഫ്, ഖോ. ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ് അതിൽ ശരിയായിട്ട് വരുന്നത്? ഖോ ആണ് കേട്ടോ. ഇനി 70ാമത്തെ ചോദ്യം ഫി ഡേഷ് സബഅതു അയ്യാമിൻ. 7 ദിവസങ്ങളുണ്ട്. ഷഹർ മാസത്തിൽ, സനത്ത് വർഷത്തിൽ, ഉസ്ബു ആഴ്ചയിൽ. എത്രയിലാണ്? ഏതിലാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്?
ഫിൽ ഉസ്ബൂഇ സബഅത അയ്യാമിൻ, ഒരാഴ്ചയിലാണ് 7 ദിവസം വരുന്നത്. ഷഹറാണ് എങ്കിൽ എത്രയാണ്? 30 ദിവസമായിരിക്കും അല്ലേ. സനത്താണ് എങ്കിലോ ഒരു വർഷമാണ്, 365 ദിവസം. ഇനി 71ാമത്തെ ചോദ്യം നോക്കൂ. അരീബ് ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ എങ്ങനെയാണ് അറബിയിലേക്ക് മാറ്റുക? അറബിയിൽ എങ്ങനെയാണ് ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറയുക എന്നാണ്. എങ്ങനെയായിരിക്കും? അസ്സോഫു റാബിയ എന്നാണ് പറയുക. എന്താണ് പറയുക? അസ്സോഫു റാബിയ അല്ലെ, 4ാമത്തെ ക്ലാസ്. 72ാമത്തെ ചോദ്യം നോക്കൂ. അബുൻ ഉമ്മുൻ ജദ്ദുൻ ജദ്ദത്തുൻ വ അഹുൻ, അതായത് അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ, അപ്പോൾ അതിൻ്റെ പേരായിട്ട് വരുന്നതാണ് ഏത്? ഉമ്മുൻ അല്ലേ. അതുപോലെ ജദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ് ഫാദർ. ജദ്ദത്ത് ഗ്രാൻഡ് മദർ. അങ്ങനെയെങ്കിൽ അഹുൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരൻ അല്ലേ. അപ്പം അതിൻ്റെ പേരായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഉഖ്തുൻ എന്നാണ് പറയുക, സഹോദരി. അഹുൻ സഹോദരൻ, ഉഖ്തുൻ സഹോദരി കേട്ടോ. 73ാമത്തെ ചോദ്യം നോക്കൂ. സമ്പഖ് അസ്ഫർ ഖുബീസത്തുൻ ഹംറാഉൻ ഫുല്ലുൻ ഡേഷ്. സമ്പഖിൻ്റെ നിറം എന്താണ്? അസ്ഫറാണ് അല്ലേ, മഞ്ഞയാണ്. ഖുബീസ എന്താ? ഖുബീസ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം എന്താണ്? ഹംറാഉൻ, ചുവപ്പ് നിറമാണ്. അങ്ങനെയെങ്കിൽ ഫുല്ലിൻ്റെ നിറം എന്താണ് എന്നാണ്. ഫുല്ലെന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിറം എന്താണ്? അബിയദുൻ അല്ലെ, വൈറ്റ് നിറമാണ്. ഇനി യാസ്മിൻ എന്നും പറയാറുണ്ട് മുല്ലപ്പൂവിന് കേട്ടോ. ഫുല്ലുൻ അതുപോലെ യാസ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തുതന്നെയാണ്? മുല്ലപ്പൂവാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ നിറം എന്താണ്? അബിയദുൻ അല്ലേ, വെള്ള നിറമാണ്. 74ാമത്തെ ചോദ്യം. ഉക്തുബു ലിദ്ദലി കലിമത്തി ബഈദുൻ. ബഈദ് എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ്. ബഈദ് എന്ന് പറഞ്ഞാൽ ദൂരെ, അതിനാണ് ബഈദ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ അടുത്ത് എന്നതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഖരീബുൻ എന്നാണ് പറയുക. ബഈദ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഖരീബുൻ എന്ന്. 75ാമത്തെ ചോദ്യം നോക്കൂ. തോബൂർ സ്വബാഹ് ഫിൽ ഇൻജിലീസിയ. തോബൂർ സ്വബാഹ് എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നാണ്. എന്താണ് തോബൂർ എന്ന് പറഞ്ഞാൽ? അസംബ്ലിയാണ്. സ്വബാഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. അപ്പോൾ എന്താണ്? മോർണിംഗ് അസംബ്ലി എന്നാണ് തോബൂർ സ്വബാഹ് എന്നതിന് ഇംഗ്ലീഷിൽ പറയാം. മനസ്സിലായോ? തോബൂർ സ്വബാഹ് എന്നാണ് കേട്ടോ. 76ാമത്തെ ചോദ്യം നോക്കൂ. ഉക്തുബുൽ ജം അലി കെലിമത്തി മാഷിയത്തുൻ. മാഷിയത്ത് എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ്. എന്താണ് മാഷിയത്ത് എന്ന് പറഞ്ഞാൽ? കന്നുകാലി അല്ലേ, മൃഗങ്ങളുണ്ടല്ലോ കന്നുകാലി, അതിനാണ് നമ്മൾ മാഷിയത്ത് എന്ന് പറയാം. അപ്പോൾ അതിന് ജം എന്താണ് എന്നാണ്. കുറേ മാഷിയത്തുകൾക്ക് എന്താണ് പറയുന്നത് എന്നാണ്? മവാഷി എന്നാണ് പറയുക കേട്ടോ. മാഷിയത്തുൻ ജം മവാഷി എന്നാണ്. 77ാമത്തെ ചോദ്യം നോക്കൂ. ഉക്തുബ് ഇസ്മ ഹാദിഹി സൂറ. ഈ ചിത്രത്തിൽ കാണുന്നതിൻ്റെ പേര് പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്താണത്? മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിന് എന്താണ് അറബിയിൽ പറയുന്നത്? ജവ്വാൽ എന്നാണ് പറയുക. എന്താണ് പറയുക? ജവ്വാലുൻ എന്നാണ് മൊബൈൽ ഫോണിന് പറയുക കേട്ടോ. മാ ഹുവ ലൗനുൽ ഉറാബ്. കാക്കയുടെ നിറം എന്താണ്? നേരത്തെ വന്ന ചോദ്യമാണിത് അല്ലേ. മാഹുവ ലൗനുൽ ഉറാബ്. കാക്കയുടെ നിറം എന്താണ്? ബ്ലാക്ക് അല്ലെ, കറുപ്പാണ്. എന്താണ് പറയുക? അസ്വദ് എന്നാണ് പറയേ. മൻ ബന അൽ ഖൽഅത്തുൽ ഹംറാ. എന്താണ് ഖൽഅത്തുൽ ഹംറാ എന്ന് പറഞ്ഞാൽ? ചെങ്കോട്ട. ചെങ്കോട്ട ആരാണ് നിർമ്മിച്ചത് എന്നാണ്. മലിക്കു ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തിയാണ് ചെങ്കോട്ട നിർമ്മിച്ചത് കേട്ടോ. 80ാമത്തെ ചോദ്യം. മയീസ് ഓയർ മുത്തജാനിസിം മിനൽ ആത്തിയ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. സിയാറത്ത്, ഹാഫിലത്ത്, ഷാഹിനത്ത്, കാരിബ്. ഏതായിരിക്കും ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്? കാരിബാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്. ഹാഫിലത്ത് ബസ്. ഷാഹിനത്ത് ലോറി. കാരിബ് എന്ന് പറഞ്ഞ തോണി അല്ലേ. അപ്പോൾ ഏതായിരിക്കും കൂട്ടത്തിൽപ്പെടാത്തത്? കാരിബാണ് കേട്ടോ. അയ്യോമിൻ യുഹ്തഫലു ബിയോമി ബഷീർ. എന്നാണ് നമ്മൾ ബഷീർ ദിനമായിട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടല്ലോ, അപ്പോൾ ബഷീർ ദിനമായിട്ട് നമ്മൾ എന്നാണ് ആചരിക്കുന്നത് എന്നാണ് ജൂലൈ 5 അല്ലേ. അവിടെ കൊടുത്തിട്ടുണ്ട് അൽഹാമിസ് യൂലിയോ. ജൂലൈ 5 നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. 82ാമത്തെ ചോദ്യം നോക്കൂ. അരിബ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എന്നതിനെ അറബിയിലാക്കുവാനാണ്. എന്താണ് നമ്മൾ ഗുഡ് ഈവനിങ് എന്നുള്ളതിന് അറബിയിൽ പറയുക? മസാ ഉൽ ഖൈർ എന്നാണ് പറയുക അല്ലേ. എന്താണ്? മസാ ഉൽ ഖൈർ എന്നാണ് പറയുക.
83-ാമത്തെ ചോദ്യം നോക്കൂ. ഈദുൽ ഫിത്രി ഫി യൗമി ഡേഷ്. ഈദുൽ ഫിത്തർ ഏതാണ്? ചെറിയ പെരുന്നാൾ അല്ലെ. ചെറിയ പെരുന്നാൾ ഏത് ദിവസമാണ് എന്നാണ്. നമുക്കറിയാം റമദാൻ കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? ഷവ്വാൽ അല്ലെ. ചെറിയ പെരുന്നാൾ വരുന്നത് എപ്പോഴാണ്? റമദാൻ കഴിഞ്ഞ പിറ്റത്തെ മാസത്തിലായിരിക്കും. ഷവ്വാൽ 1-നാണ് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പം എങ്ങനെയാണ്? അൽ വാഹിദ് ഷവ്വാൽ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. 84-ാമത്തെ ചോദ്യം നോക്കൂ. സ്വബാഹുൽ ഖൈർ ഫിൽ ഇൻജിലീസിയ. സ്വബാഹുൽ ഖൈർ എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നാണ്. എന്താണ്? ഗുഡ് മോർണിംഗ് അല്ലെ. ഗുഡ് മോർണിംഗ് എന്നതിനാണ് നമ്മൾ സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്നത്. 85-ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർഷാദ്. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. സഫീനത്തുൻ, സൗറഖുൻ, ഖാരിബുൻ, തോയിറത്തുൻ. എന്താണ് സഫീനത്ത്? കപ്പലാണ് സഫീനത്ത്. സൗറഖ് എന്ന് പറഞ്ഞാലോ ബോട്ടിനാണ് സൗറഖ് എന്ന് പറയാം. ഖാരിബ് എന്ന് പറഞ്ഞാൽ തോണി അല്ലേ. പിന്നെ തോയിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനം, എയറോപ്ലെയിനാണ് നമ്മൾ തോയിറത്ത് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്? തോയിറയാണ് അല്ലേ. എന്തുകൊണ്ടാണ്? സൗറഖും സഫീനത്തും ഖാരിബും എല്ലാം വെള്ളത്തിലൂടെ പോകുന്ന വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. എന്നാൽ തോയിറത്ത് എന്താണ്? അത് ആകാശത്തിലൂടെ അല്ലെ, വായുവിലൂടെയാണ് പറക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത്? തോയിറത്താണ് കേട്ടോ. മക്കളെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഇനി താരീഖ്, ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ അത് ടീച്ചർ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.